നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇങ്ങനെ എന്താ പറയുക മൂർച്ഛിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിർത്തികളിലാണെങ്കിലും ഭയങ്കര സുരക്ഷാ സേന ഭയങ്കര ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ തിരിച്ചടിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നലെ ആണെങ്കിലും തന്നെ നമ്മളൊരു തിരിച്ചടി അങ്ങോട്ട് കൊടുത്തതിൻ്റെ ഭാഗമായി തന്നെ പാകിസ്ഥാനിലെ തീവ്രവാദികളാണ് തന്നെ നമ്മളെ വെല്ലുവിളിയായിട്ട് പ്രകോപിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി ശരിക്കും പറഞ്ഞ നല്ലൊരു തീരുമാനത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം യാതൊരു തരത്തിലുള്ള ദയയും ദാക്ഷിണ്യവും കാണിക്കാതെ പാകിസ്ഥാന്റെ മണ്ണിൽ ചെന്ന് തന്നെ നമ്മൾ പ്രതികാരം ചെയ്യും എന്നുള്ള രീതിയിലാണ്, യാതൊരു തരത്തിലുള്ള ഭയവും ഞങ്ങൾക്ക് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ശക്തമായ നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഇതുപോലൊരു പ്രകോപനം തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു രണ്ടാം ഭാഗം പാകിസ്ഥാൻ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. അതിനായി വേണ്ടി സർവകക്ഷി യോഗം ഏകദേശം ഒരു 11 മണിയോടുകൂടി തുടങ്ങുമെന്നൊരു വാർത്തയും കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു ഷെല്ലാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായി കാശ്മീർ പ്രവിശ്യയിലും അതുപോലെ പഞ്ചാബ് പ്രവിശ്യയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് തന്നെ അവിടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 27ഓളം ഫ്ലൈറ്റും ഏകദേശം നിർത്തിവെച്ചിട്ടുണ്ട്. അത്രമാത്രം രൂക്ഷമായ ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. പിന്നെ ശക്തമായ തന്നെ സുരക്ഷയുമുണ്ട്. എല്ലാ വാഹനങ്ങളാണെങ്കിലും കടത്തിവിടുന്നത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ്. അതും ആധാർ കാർഡ് പോലുള്ള രേഖകൾ കാണിച്ചത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ്. യാതൊരു തരത്തിലുള്ള പരിചയമില്ലാത്ത ആളുകളെയോ ആരെയും തന്നെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് കടത്തിവിടുന്നില്ല. അപ്പോൾ അത്രമാത്രം സുരക്ഷ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും ഒരു ഷെല്ലാക്രമണം നടക്കുന്നു എന്നുള്ള വാർത്തകളാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള എന്താ പറയുക അപകടങ്ങളോ അല്ലെങ്കിൽ മരണമോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എത്രമാത്രമാണ് അവിടുത്തെ രൂക്ഷമായ ഒരു അന്തരീക്ഷം എന്നുള്ളത് നമ്മൾ എല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കർശന ഒരു നിയന്ത്രണത്തിൽ തന്നെയാണ് കാശ്മീർ ആണെങ്കിലും പഞ്ചാബ് പ്രവിശ്യ ആണെങ്കിലും. ഏത് രീതിയിലും ഒരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഇന്ത്യ ഇതിനോടകം തന്നെ തയ്യാറെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു അറ്റാക്ക് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരുടെ തന്നെ ഒരു പോരായ്മയായി മാറും എന്നതാണ് സത്യമല്ലേ? നമ്മൾ ഇന്ത്യയും പാകിസ്ഥാൻ യുദ്ധത്തിൽ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാന്റെ നിലപാടും ഇന്ത്യയുടെ നിലപാടും വളരെ വ്യത്യസ്തമായ നിലപാടുകളാണ്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയിലെ ജനങ്ങളെ, അതായത് സാധാരണ ജനങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഓരോ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്നത് മറിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ഒരിക്കലും പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെയോ അല്ലെങ്കിൽ സൈന്യത്തെയോ യാതൊരു തരത്തിലും ലക്ഷ്യം വെക്കുന്നില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ആകെ ലക്ഷ്യം വെക്കുന്നത് അവിടെയുള്ള തീവ്രവാദ സംഘടനകളെയും ആ ഒരു ഗ്രൂപ്പിന് മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. അത് ഇന്നലെ ആണെങ്കിലും തന്നെ നമ്മൾ അത്തരത്തിലുള്ള നീക്കമാണ് നടത്തിയത്. കാരണം തീവ്രവാദികൾ താമസിക്കുന്ന സ്ഥലം അത് മാത്രം ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഇന്നലെ മിസൈലുകളെല്ലാം തന്നെ പുറപ്പെടുവിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നഷ്ടപ്പെട്ട പാകിസ്ഥാന്റെ ആ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് മുഴുവനായിട്ടും ഒരു തീവ്രവാദ സംഘടനയെ അഭിമുഖീകരിക്കുന്ന, അവർക്ക് വേണ്ട ട്രെയിനിങ് നൽകുന്ന അത് തീവ്രവാദ സംഘടനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘം. അവരാണ് അവിടെ എല്ലാ തരത്തിലുള്ള, എനിക്ക് തോന്നുന്നു യുവാക്കളിലെല്ലാം തന്നെ ഈ ഒരു വർഗീയ വിഷം കുത്തിവെച്ച് നമ്മളെ, അങ്ങനെയാണ് ഇവർ യുദ്ധത്തിലേക്ക് വരുന്നത്. അവർക്ക് യുദ്ധത്തിനുള്ള സേനകളെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ആർമി ഫോഴ്സിനേക്കാൾ കൂടുതലായിട്ടും ഇത്തരത്തിൽ തീവ്രവാദം കുത്തിവെച്ച് വളർത്തിയെടുക്കുന്ന കുറച്ച് യുവാക്കളും അതുപോലത്തെ സംഘടനയുമാണ് ഈ ഒരു എന്താ പറയുക യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത്. അവരുടെ ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സൈന്യം തന്നെ എല്ലാ രീതിയിലും സപ്പോർട്ടീവാണ് തീവ്രവാദ സംഘടനയ്ക്കും അവരുടെ നേതാക്കൾക്കും എല്ലാവർക്കും. കാരണം ഇന്നലെ തന്നെ ഒരു നേതാവ് മരിച്ചതിൽ തുടർന്ന് അവിടുത്തെ ഒരു സൈനിക മേധാവിയാണ് അവിടെ ഉണ്ടായത്. ആ ഒരു വിഷ്വൽ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും. അപ്പോൾ പാകിസ്ഥാന്റെ ഒരു നയം എന്ന് പറയുന്നത് ഏത് വിധേയനെയും ഇന്ത്യയെ തകർക്കുക എന്ന് മാത്രമാണ്. അല്ലാതെ ഇത് സാധാരണ ജനങ്ങളാണ്, ഇത് സൈന്യമാണ് എന്നൊരു വേർതിരിവോ ഒന്നുമില്ല. കാരണം ഇന്ത്യയിലെ തീവ്രവാദ സംഘടന ഇല്ല, ശരിയില്ല. സൈനിക നേതാവ് മസൂദിന്റെ കുടുംബത്തിനാണ് വലിയൊരു പ്രത്യാഘാതം എന്ന് പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബ അംഗങ്ങളാണ് അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയൊരു ദയാദാക്ഷിണ്യവും ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട, എത്രമാത്രമായിരിക്കും ഇനി ഇന്ത്യ അത് നേരിടേണ്ടി വരിക, അല്ലെങ്കിൽ നിങ്ങൾ ഇരയാകേണ്ടി വരിക എന്നത് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു വെല്ലുവിളിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മളിലേക്ക് വന്നത്. പക്ഷേ ആ ഒരു വെല്ലുവിളിയെ തന്നെ നമ്മുടെ
ഇന്ത്യൻ ആർമി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ആണെങ്കിലും തന്നെ യാതൊരു കൂസലുമില്ലാതെയാണ് ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തത്. ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഭയവും ഈ ഒരു കാര്യത്തിലില്ല. കാരണം ഞങ്ങളുടെ സേന അത്രമാത്രം സജ്ജമാണ്, അല്ലെങ്കിൽ അത്രമാത്രം ഒരു സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിലാണ് ഒരു വിശദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു രണ്ടാം ഭാഗം കൂടി പാകിസ്ഥാൻ അഭിമുഖീകരിക്കേണ്ടി വരും എന്നത് തന്നെ അതിനൊരു ഉദാഹരണമാണ് അല്ലെ. എത്രത്തോളം നമ്മുടെ ഒരു ഇന്ത്യൻ സൈന്യം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും യുദ്ധത്തിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായ രീതിയിൽ അവിടെ ഇന്ത്യയുടെ പക്കലുണ്ട്. അതൊരു യുദ്ധപ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഉള്ളിലേക്ക് കയറിയിട്ടാണെങ്കിലും ഒരു യുദ്ധം ഇന്ത്യക്ക് സാധ്യമാണ്. അതിന് യാതൊരു തരത്തിലുള്ള ഭയവും നമുക്കില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ കശ്മീരിൽ 10 ജില്ലകളിൽ ഇപ്പോൾ അതീവ രൂക്ഷമായ ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവിടെയാണെങ്കിലും സംഘർഷത്തിനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ സ്ഫോടനങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇപ്പൊ 3 സ്ഫോടനങ്ങളാണ് നടന്നിരിക്കുന്നത്. അതും അതിർത്തിയിൽ വെച്ചിട്ടുള്ള ഒരു സ്ഫോടനം അല്ലെങ്കിൽ ആക്രമണമാണ് ഇവർ ഏറ്റവും കൂടുതലായിട്ട്, എനിക്ക് തോന്നുന്നത് വിമാനത്താവളങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവർ ലക്ഷ്യം വെക്കുന്നത് അല്ലെ. കൂടുതലായിട്ടും വിമാന സർവീസുകൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിമാന സർവീസുകളെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുന്നത്. 27ഓളം വിമാന സർവീസുകളാണ് നിർത്തിവെച്ചിട്ടുള്ളത്. അതൊക്കെ വഴി മാറ്റി മറ്റ് വിമാനത്താവളങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതാണ് പാകിസ്ഥാന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ സാധാരണക്കാരും അവർക്ക് ഏത് വിധേനയും ഇന്ത്യയോട് യുദ്ധം ചെയ്താൽ മതി, അല്ലെങ്കിൽ പകരം വെട്ടിയാൽ മതി. നമ്മളിപ്പോൾ ഇതിന് മുമ്പേ ആണെങ്കിലും പലതരത്തിലും പാകിസ്ഥാനിലെ വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ മറുപടി നമ്മൾ ഓരോ പത്രസമ്മേളനം അല്ലെങ്കിൽ നമ്മൾ ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതിനിടയിൽ തന്നെ വിദ്യാർത്ഥികളിലെ എന്തുകൊണ്ട് ഇന്ത്യയെ ഇഷ്ടമില്ല എന്നുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തുറന്നു പറയുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ആണെങ്കിലും എല്ലാ യുവാക്കൾക്കാണെങ്കിലും ആകെ പറയാനുള്ളത് ഈ മതപരമായിട്ടുള്ളൊരു ചിന്ത മാത്രമാണ്. കാരണം ഞങ്ങൾക്ക് ഇന്ത്യയെ ഇഷ്ടമില്ലാത്തത് അവിടുത്തെ മതം എന്നുള്ളൊരു കാര്യം മാത്രമാണ്. പക്ഷെ അങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം, അങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു ജീവിതം, അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ് വർഗീയ വിഷം കുത്തിവെച്ചാണ് ഓരോ യുവാവിനെയും പാകിസ്ഥാൻ വളർത്തിയെടുക്കുന്നത് എന്നുള്ളൊരു കാര്യം കൊണ്ട്. അതിന് മെയിനായിട്ടുള്ളത് ഈ ഇത്തരത്തിലുള്ളൊരു ഭീകരവാദ സംഘടനയാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലാണെങ്കിൽ നമ്മുടെ മലാല യൂസഫലി ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവർ പ്രതികരിച്ചിരിക്കുന്നത് സമാധാനം, നമ്മളെ സമാധാനത്തോടു കൂടിയുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ള രീതിയിലാണ് മലാല യൂസഫ് അലി ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഭീകരാക്രമണത്തിൽ, അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾ പറയുന്നത് ഇതൊരിക്കലും നിർത്തിവെക്കാൻ പാടില്ല ഈ യുദ്ധം. കാരണം പാകിസ്ഥാനിലെ ഭീകരവാദത്തെ മുച്ചൂടും നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു യുദ്ധം അവസാനിക്കാൻ പാടുള്ളൂ. തുടക്കമാവട്ടെ ഭീകരവാദത്തിനെതിരെ എന്നാണ് അവരൊക്കെ പറയുന്നത്. കാരണം അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഇന്ത്യക്ക് നേരെയുള്ള ഇനി ഒരു ഭീകരാക്രമണവും ഇനി നടക്കരുത്. അതായത് ആ രീതിയിൽ തന്നെ അതിനെ തുടച്ചു നിൽക്കാൻ ഇന്ത്യക്ക് സാധിക്കണം. ഇത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അതിനൊരു തുടക്കമായിരിക്കണം എന്നാണ് പഹൽഗാമിൽ പൊലിഞ്ഞ പല ജീവനുകളുടെയും ഇപ്പോഴത്തെ കുടുംബക്കാർ സംസാരിക്കുന്നതിനെതിരെ. പിന്നെ ലാഹോറിൽ ഇപ്പൊ തുടർച്ചയായിട്ട് 3ാമത്തെ ഒരു സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്കാണെങ്കിലും കർശനമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പുറത്തിറങ്ങാൻ പാടില്ല, എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നുള്ള രീതിയിലാണ്. സുരക്ഷാ സേനയുടെ വളരെയധികം ഒരു സുരക്ഷയോട് കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ അടച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം സുരക്ഷ വേണ്ട ഒരു സാഹചര്യം കൂടിയാണ് അവിടെ നിലനിൽക്കുന്നത്. ഈ പാകിസ്ഥാൻ ഇനി ഏത് തരത്തിലാണ് നമ്മളെ ആക്രമിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഇനി അത് എത്രമാത്രം എനിക്ക് തോന്നുന്നു നമ്മളെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചാണ് അവർ ഇന്നലെ ആണെങ്കിലും ഷെല്ലാക്രമണമൊക്കെ നടത്തിയതും അങ്ങനെയാണ്. പക്ഷെ ആ ഒരു ഷെല്ലാക്രമണത്തിലാണ് കുഞ്ഞുങ്ങൾ വരെ, ചെറിയ കുഞ്ഞുങ്ങൾ വരെ മരണപ്പെട്ടു എന്നുള്ള കാര്യം കൂടിയുണ്ട്. പിന്നെ നിരവധി പേർക്ക് പരിക്ക് ഉണ്ട്. അപ്പോൾ സാധാരണ ജനങ്ങളെയാണ് അവർ ആദ്യം കൂടുതലായിട്ട് ലക്ഷ്യം വെക്കുന്നത്. അതും മതപരമായിട്ടുള്ള ചിന്തകൾ മുന്നിൽ നിർത്തിയാണ് അവരുടെ ആക്രമണം എല്ലാം നടക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അവർ അത്തരത്തിലൊരു വിദ്വേഷം കുത്തിവെച്ച് അങ്ങനെ ഒരു വിഷവിത്ത് പാകാനായിരുന്നു അവർ ശ്രമിച്ചത്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അത് നടക്കില്ല എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം ഇപ്പൊ അവർക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനെതിരെ പ്രധാനമന്ത്രിയുടെ കർശനമായ ഒരു നടപടി തന്നെ ഇന്നലെ നമ്മൾ കണ്ടു. ഇനി ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമതൊരു ഓപ്പറേഷൻ സിന്ദൂർ തന്നെ നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ എങ്ങനെയാണെങ്കിലും പാകിസ്ഥാൻ ഇനി എത്തരത്തിലാണ് നമ്മളെ ആക്രമിക്കാൻ പോകുന്നതെങ്കിലും ശക്തമായി തന്നെ നമ്മുടെ സൈന്യം നിലനിൽക്കുന്നു എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടി നമുക്കിവിടെ സുരക്ഷിതമായി ഇരിക്കാം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇന്നാണെങ്കിലും പ്രധാനമന്ത്രിയുടെ ഒരു യോഗം കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തായിരിക്കും എനിക്ക് തോന്നുന്നു ഇനി നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസമാണെങ്കിൽ രാഷ്ട്രപതിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇനി തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, ഇനി സിന്ദൂർ രണ്ടാം ഘട്ടത്തിലേക്ക് ഇനി കടക്കുന്നത് എങ്ങനെയാണ്, അത് ഇത്തരത്തിലായിരിക്കും നീക്കങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു യോഗത്തിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ അതിർത്തികളിലാണെങ്കിലും അതീവ ജാഗ്രത അല്ലെങ്കിൽ രൂക്ഷമായ ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി നമുക്കിപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ലഭ്യമാകുന്നുണ്ട്.